കാലടി മലയാറ്റൂർ റോഡിൽ പുറമ്പോക്ക് കണ്ടെത്താനുള്ള സർവേയുടെ പേരിൽ അനധികൃതമായി വീട് പൊളിച്ചതായി പരാതി. 12 വർഷം മുമ്പ് പൊളിച്ച വീട് പുതിയ റീസർവേയിൽ പുറമ്പോക്കല്ലെന്ന് കണ്ടെത്തിയതായി അവകാശവാദം. നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ നൽകിയ പരാതിയിൽ പൊതുമരാമത്ത് വകുപ്പ് തീർപ്പാക്കിയില്ല. 12 വർഷം മുൻപ് നടന്ന സർവേയിൽ പുറമ്പോക്ക് ഭൂമിയാണെന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞ് മലയാറ്റൂർ കാടപ്പാറ സ്വദേശികളായ മോളി ടോമിയുടെ വീടിന്റെ ഒരു ഭാഗവും അയൽക്കാരനായ പി.ടി. ജോസിന്റെ വസ്തുവിന്റെ മതിലും PWD പൊളിച്ചു മാറ്റിയിരുന്നു. എന്നാൽ അന്ന് പൊളിച്ചു മാറ്റിയ സ്ഥലം ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം നടന്ന റീസർവേയിൽ പുറമ്പോക്കല്ലെന്ന് തെളിഞ്ഞതായി മോളി ടോമി പറഞ്ഞു. 2023 നവംബർ 7-ാം തീയതി വന്ന സർവേ പ്രകാരം PWD അന്ന് പൊളിച്ചു മാറ്റിയത് ഞങ്ങളുടെ കോമ്പൗണ്ടിലിരിക്കുന്ന കെട്ടിടമാണ്. 12 വർഷം മുമ്പ് അവർ കയറ്റി അധികാരം സ്ഥാപിച്ച കല്ലാണ് ഇത്. ഇപ്പോൾ വന്ന സർവേ അതിലൂടെ കടന്നുപോയി. ഇപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ ഞങ്ങളുടെ കോമ്പൗണ്ടിലാണ്. 12 വർഷം മുൻപ് നടന്ന സർവേയിൽ 2 പേരുടെ ഒഴിച്ച് മറ്റാരുടെയും ഭൂമി പിടിച്ചെടുക്കുകയോ കെട്ടിടം പൊളിച്ചു മാറ്റുകയോ ചെയ്തിരുന്നില്ല. എനിക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭൂമി അനധികൃതമായി എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ എടുത്തിരിക്കുന്ന ഭൂമിയുടെ നഷ്ടപരിഹാരം തരണം. റീസർവേ നടന്നതിലൂടെ 12 വർഷം മുൻപ് വീടും മതിലും പൊളിച്ചത് അനധികൃതമാണെന്ന് തെളിഞ്ഞു. അതിനാൽ നഷ്ടപരിഹാരം വേണമെന്നാണ് മോളി ടോമിയുടെയും പി.ടി. ജോസിൻ്റെയും ആവശ്യം. ഇക്കാര്യം വ്യക്തമാക്കി നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും PWD പരാതി കളക്ടർക്ക് കൈമാറുക മാത്രമാണ് ചെയ്തതെന്ന് ഇരുവരും ആരോപിക്കുന്നു. അതേസമയം പഴയ സർവേയിൽ പുറമ്പോക്കാണെന്ന് കണ്ടെത്തിയ സ്ഥലം റീസർവേയിലും പുറമ്പോക്കായി തുടരുമെന്നാണ് സർവേ വിഭാഗം നൽകുന്ന വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.